ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ. ഈശോ നിന്നെ അതിന് ശക്തിപ്പെടുത്തട്ടെ. വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുമ്പോൾ ഈശോ നല്ല സ്ഥലത്ത് വീണ വിത്തിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനം. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വചനം കേട്ട് ഗ്രഹിക്കുന്നവൻ. വചനം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനത്തിന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഉള്ളിൽ വസിക്കാൻ ഇടം കൊടുക്കുക, പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുക എന്നുള്ളതാണ്. വചനത്തെ ഉള്ളിലേക്ക് സംശീകരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് ഫലം ചൂടുക എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. നമുക്കറിയാം, ആ ഉപമയിൽ വഴിയരികെ വീണ വിത്തുണ്ട്, ചവിട്ടിക്കളയും കാക്ക കൊത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന വിത്ത്. മുള്ളുകൾക്കിടയിൽ വീണ വിത്തുണ്ട്, ഞെരുങ്ങി തീർന്ന വിത്തുണ്ട്. പാറപ്പുറത്ത് വീണ വിത്തുണ്ട്, മണ്ണിന് ആഴമില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയ വിത്ത്. നീ നിൻ്റെ ജീവിതത്തിൽ വചനത്തെ ചേർത്ത് പിടിച്ചാൽ അത് ഫലം ചൂടും. ഈശോ ആഗ്രഹിക്കുക 100 മേനി ഫലമാണ് നിന്നിൽ നിന്ന്. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിക്ക് 100 മേനി ഫലം ചൂടുവാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ, കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമില്ല.